പറഞ്ഞത്. അങ്ങനെ പിന്നെ ഒരു ദിവസം വിളിച്ച് സംസാരിച്ചു. അതായത് ഒരു ദൈവത്തിനോട് ചെന്ന് പരാതി പറയുന്ന പോലെയാണ് ഇവൻ ചെന്നെല്ലാം പറയുന്നത്. ഞാൻ അന്ന് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ കേശവൻ എന്നെ വിളിക്കുമെന്ന്. താ വിളിച്ചെന്ന് എവിടെ അവരുടെ അച്ഛനും അമ്മയും എന്നെ വിളിച്ചിട്ട് മക്കളെടാ ഒന്ന് വിളിക്കൂടാ, അവൻ നിന്നീടെ വിളിക്കുന്നു പറഞ്ഞ പ്രതീക്ഷിക്കുന്ന ശരി. എന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര ചാടാന്ന്. അത് ഭയങ്കര നമുക്ക് സന്തോഷമാണ്. കുഞ്ഞു കുട്ടികൾ പലയിടത്ത് ചിലർ കേശുവിൻ്റെ പേരിൽ തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. കേശു ഇങ്ങനെ കാണിച്ചു, കേശു അങ്ങനെ കാണിച്ചു. നമ്മുടെ മക്കളെ എല്ലാം പ്രചോദനം കേൾക്കരുത്, കുറച്ച് പലതും അതിനകത്ത് കാണിക്കും, എല്ലാം ഒന്നും കേക്കല്ലേ. അത് തന്നെ. നേരത്തെ ഒരു ഇന്റർവ്യൂ നേരത്തെ വന്നിട്ടുണ്ട്, ഇയാള് കപ്പലണ്ടി വിൽക്കുന്നത്. കപ്പലണ്ടി വിൽക്കുന്ന എപ്പിസോഡ് കണ്ടിട്ട് കേശുവിനെ കണ്ടിട്ടാണ് കപ്പലണ്ടി അവൻ വിറ്റിട്ട് അവരുടെ വീട്ടുകാർക്ക് ഒരു സഹായമായി. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. സ്വപ്നത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് UPSC എഴുതണമെന്നുള്ളൊരു സ്വപ്നമുണ്ട്. ഞാൻ പൊതുവെയുള്ള എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. IAS IPS അതിൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, ഫിലിംസ് ചെയ്യണം, നല്ലൊരു ഹീറോ ആയിട്ട് വരണം, ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ. പിന്നെ ഈ തിരക്കിനിടയിലും അവൻ പഠിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മാർക്ക് തന്നെ വാങ്ങി പാസ്സാവുന്നുമുണ്ട്. അപ്പോൾ വീട്ടുകാർ തന്നെ പലരും നമ്മളോട് പറയും, ഞങ്ങളൊക്കെ പറയും, ഇതേ കണ്ടോ ഷൂട്ട് കഴിഞ്ഞ് രാത്രി വന്നിരുന്ന് പഠിച്ചിട്ടാണ് മാർക്ക് വാങ്ങിക്കുന്നത്, നിനക്കൊക്കെ ഇവിടെ എന്തിൻ്റെ കുറവാടാ. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊത്തിരി സന്തോഷമാണ്. മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനാകാൻ ഈ പ്രായത്തിൽ അവനെക്കൊണ്ട് സാധിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്.